വിജയ് ചിത്രം ജനനായകൻ സിനിമ ചോർന്ന സംഭവത്തിൽ മുഖ്യപ്രതിയെ കുടുക്കിയത് അതിവിദഗ്ധമായി. ഫ്രീലാൻസ് എഡിറ്ററായ യുവാവാണ് കേസിലെ മുഖ്യപ്രതി. സെൻസർ സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുന്ന ദളപതി വിജയ് ചിത്രമായ ജനനായകന്റെ HD പ്രിന്റ് പൈറേറ്റഡ് സൈറ്റുകളിൽ ചോർന്നിരുന്നു. സിനിമയുടെ ടൈറ്റിൽ ക്രെഡിറ്റുകൾ, ഇൻട്രൊഡക്ഷൻ സീൻ, ക്ലൈമാക്സ് എന്നിവയുൾപ്പെടെയുള്ള ചില ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം ചോർന്നത്. ഇതിന് പിന്നാലെയാണ് മുഴുവൻ സിനിമയും ഇത്തരം സൈറ്റുകളിൽ വന്നത്. ചിത്രം ചോർന്നതിൽ വിജയ് ആരാധകർ ഞെട്ടൽ പ്രകടിപ്പിക്കുകയും പ്രൊഡക്ഷൻ ഹൌസിനോട് പരാതി ഫയൽ ചെയ്യാൻ അന്നതിന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ നിർമ്മാതാക്കൾ പെട്ടെന്ന് നടപടിയെടുക്കുകയും എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിച്ചിരുന്ന ക്ലിപ്പുകൾ നീക്കം ചെയ്യാൻ കഴിയുകയും ചെയ്തു. എന്നാൽ താമസിയാതെ ചിത്രത്തിന്റെ HD പതിപ്പ് പൈറേറ്റഡ് സൈറ്റുകളിൽ പുറത്തിറങ്ങിയത്. സിനിമയുടെ വിക്കിപീഡിയ പേജിൽ ചോർന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു URL ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം ലീക്കായ ഭാഗങ്ങളോ ഡൗൺലോഡ് ചെയ്തതോ ഫോർവേഡ് ചെയ്തതോ പ്രചരിപ്പിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി നിർമ്മാതാക്കളായ KBN പ്രൊഡക്ഷൻസ് രംഗത്തെത്തിയിരുന്നു. കുറ്റവാളികളെ കണ്ടെത്താൻ ഫോറൻസിക് അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികളാണ് ആരംഭിച്ചത്. നിയമലംഘകർക്കെതിരെ സിവിലായും ക്രിമിനലായും ഉള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നിർമ്മാണ കമ്പനി വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സംഭവത്തിൽ 3 പേർ കൂടി പിടിയിലായി. മുഖ്യപ്രതി അടക്കമാണ് പിടിയിലായതെന്ന് റിപ്പോർട്ട്. ഫ്രീലാൻസ് എഡിറ്ററായ യുവാവാണ് കേസിലെ മുഖ്യപ്രതി. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച 6 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ 9 പേരെയാണ് ചെന്നൈ പോലീസ് സൈബർ ക്രൈം വിഭാഗം ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ജനനായകൻ സിനിമയുടെ എഡിറ്റിംഗ് നടന്ന സ്റ്റുഡിയോയിലെ മറ്റൊരു ചിത്രത്തിന്റെ ജോലികളുമായി ബന്ധപ്പെട്ടാണ് ഫ്രീലാൻസ് എഡിറ്ററായ യുവാവ് ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ച് അനധികൃതമായി ജനനായകൻ റീല് സ്വന്തമാക്കി പകർപ്പ് നിർമ്മിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ ജനുവരി 9-നായിരുന്നു ജനനായകൻ തിയേറ്ററിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡ് വിസമ്മതിച്ചതോടെ റിലീസ് അനിശ്ചിതത്വത്തിലാകുകയായിരുന്നു. ജനനായകന്റെ സംഭാഷണങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നുമായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശം. എന്നാൽ ഈ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് ഇതുവരെയും നൽകിയില്ലെന്നാണ് ആക്ഷേപം. നിലവിൽ CBFCയുടെ റിവൈസിംഗ് കമ്മിറ്റിയുടെ മുൻപാകെയാണ് ചിത്രം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.